നമ്മളൊരു ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് വരുന്ന ഒരുപാട് മെസ്സേജസും കമൻറ്റാണ്. 10-40 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് വലിയ വലിയ മസിലുണ്ട്. ഈ മസിലും എക്സ്പീരിയൻസും അല്ല നോളജ് എന്ന് പറയുന്നത്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കണം. അതിനനുസരിച്ചാണ് നമ്മുടെ നോളജ് വർദ്ധിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക. ഞാൻ ഒരു ലെഗ് പ്രസ്സിന് വീഡിയോ ചെയ്തു, 4-5 വീഡിയോ മുമ്പ് ലെഗ് പ്രസ്സിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ലെഗ് പ്രസ് ചെയ്യുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങളുടെ റെറ്റസ് ഫീമോറസ് വർക്ക് ചെയ്യുന്നത് ഹാക്ക് സ്കോട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ലെഗ് പ്രസ് ചെയ്യുന്ന സമയത്താണ്. ഞാൻ വീഡിയോ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചു, റിജേട്ടാ അങ്ങനെയല്ല, ലെഗ് പ്രസ് ചെയ്യുന്നതിൻ്റെ അതേ ഹാക്ക് സ്കോട്ട് ചെയ്യുന്നതിൻ്റെ അതേ ബെനിഫിറ്റ് തന്നെ നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് റെറ്റസ് ഫീമോറസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, അതിനെക്കാട്ടി കൂടുതലായിട്ട് റെറ്റസ് ഫീമോറസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7 കൊല്ലം മുമ്പ് പഠിക്കുമ്പോൾ സയൻസ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ സയൻറ്റിഫിക്കലാണ് എല്ലാം പറയാറ്. ആ സമയത്ത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഹാക്ക് സ്കോട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ റെറ്റസ് ഫീമോറസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എൻ്റെ തെറ്റാണ്, കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അല്ല, അപ്പോൾ ഞാൻ പറയാം എനിക്ക് 10-27 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നീ ആരാടാ, നീ പുതിയ ചെക്കനല്ലേ എന്ന് പറഞ്ഞത് കാര്യമില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.